റബ്ബർ ബോർഡ് കോട്ടയം റീജിയണൽ ഓഫീസിന്റെ കീഴിൽ മധുരവേലി സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച റബ്ബർ ടാപ്പിംഗ് പരിശീലനത്തിന്റെ സമാപന ദിവസത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ നാടൻ കത്തി അല്ലെങ്കിൽ മിച്ചുകോലഡ്ജ് എന്ന് പറയും. മറ്റൊന്ന് ജബോങ് അല്ലെങ്കിൽ മലേഷ്യൻ കത്തി. പിന്നെ മുകളിലോട്ട് കമഴ്ത്തി വിട്ടുന്നതിന് ഗൂജ് കത്തി എന്ന് പറഞ്ഞൊരു പുതിയ കത്തിയുണ്ട്. 3 കത്തിക്കാണ് ഇവർക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൂടാതെ റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കുന്നത്, റെയിൻ ഗാർഡ് ചെയ്യുന്നത്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും 8 ദിവസം കൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. രാജേഷ്, RTD ഡെവലപ്മെന്റ് ഓഫീസർ, റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസർ. റബ്ബർ ബോർഡിന്റെ കീഴിൽ ഈ ഗ്രാമങ്ങളിലേക്ക് പരിശീലന പരിപാടി എത്തിക്കുക എന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഈ ടാപ്പിംഗ് പരിശീലന പരിപാടി ഇന്നിപ്പോൾ നടത്തുന്നത്. ഇതിപ്പോൾ ഇവിടെ തന്നെ 2ാമത്തെ ബാച്ച്. കഴിഞ്ഞ ബാച്ച് നമ്മൾ നേരത്തെ പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുത്ത് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇത് നമ്മൾ സ്ത്രീകൾക്ക് ഒരു ബാച്ച് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പം 20 പേര് അടങ്ങുന്ന ഒരു ടീമിന്, സ്ത്രീകളാണ് കൂടുതൽ പേര്, ടാപ്പിങ്ങിന് സംബന്ധമായ കാര്യങ്ങളെല്ലാം ഒരു പരിശീലനം 8 ദിവസത്തെ പരിശീലന പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സമാപന യോഗം ഇപ്പോൾ നടക്കുകയാണ്. നമ്മളിതിന് പുറമെ കഴിഞ്ഞ യോഗത്തിൽ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നതുപോലെ അന്യസംസ്ഥാനത്തു നിന്ന് ഉള്ള തൊഴിലാളികൾക്കും വേറെ ടാപ്പിംഗ് നമ്മൾ പാമ്പാടി കോട്ടയത്ത് തന്നെ നടത്തുന്നുണ്ട്. ഇത് നമ്മൾ ടാപ്പിംഗ് പരിശീലന പരിപാടി 8 ദിവസം ഹ്രസ്വകാല ടാപ്പിംഗ് പരിശീലന പരിപാടി, അത് നമ്മൾ ചെറിയ സ്റ്റൈപ്പൻഡൊക്കെ കൊടുത്ത് ഇത് ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉൽപ്പാദക സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ടാപ്പിംഗ് പരിശീലന പരിപാടി നടത്തുന്നത്. 2 ടാപ്പിംഗ് പരിശീലനത്തിന് 2 സംവിധാനങ്ങളാണ് റബ്ബർ ബോർഡിലുള്ളത്. ഒന്ന് ടാപ്പിംഗ് സ്കൂളിൽ നമ്മൾ 30 ദിവസം ക്ലാസ്സിൽ പങ്കെടുക്കണം. അത് നമ്മൾ ടാപ്പിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നത് കോത്തല പാമ്പാടി അടുത്ത്. പക്ഷേ അവിടെ ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പോയി ദിവസം രാവിലെ പോയി ടാപ്പിംഗ് പരിശീലനം പരിപാടി പങ്കെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മറ്റ് ഒരു സംവിധാനം ഹ്രസ്വകാല ടാപ്പിംഗ് പരിശീലനം, അതായത് ഗ്രാമങ്ങളിലേക്ക്, തോട്ടങ്ങളിലേക്ക് നമ്മൾ പരിശീലനം പരിപാടി എത്തിക്കുക. ചിലപ്പോൾ അത് നാട്ടിൻപുറത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും തോട്ടം തിരഞ്ഞെടുത്ത് അവിടെ ടാപ്പിംഗ് പരിശീലനം കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 20 പേർക്ക് ഇവിടെ പരിശീലനം കൊടുത്തു. അതിൻ്റെ അവസാനത്തെ ദിവസം ഒരു ചെറിയ പരീക്ഷയൊക്കെ നടത്തി സർട്ടിഫിക്കറ്റ് സ്റ്റൈപ്പൻഡൊക്കെ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ യോഗ ഇവിടെ കൂടുന്നു.